സ്റ്റുഡൻസ്, നമ്മുടെ ആ യൂണിറ്റിലത്തെ ലാസ്റ്റ് ഒരു പോർഷനാണ് കമ്പാരിസൺ ഓഫ് വി ബി തിയറി ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. നിങ്ങൾ ലോവർ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം ഇത് തമ്മിലൊരു പോയിന്റ് സിമിലാരിറ്റിയാണ് പറയുന്നത്. വി ബി തിയറിക്കകത്തും എംഒ തിയറിക്കകത്തും ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? വേവ് ഫംഗ്ഷൻസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. നമ്മൾ രണ്ടും ഡിറൈവ് ചെയ്തപ്പോൾ സൈ എ സൈ ബി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതിന്റെ രണ്ടും ക്വാണ്ടം മെക്കാനിക്സ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ആറ്റോമിക് ഓർബിറ്റൽസിന്റെ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി രണ്ടിനകത്ത് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യണം? എ ഫോർമേഷൻ ഓഫ് ബോണ്ട് ഈസ് പോസിബിൾ എങ്ങനെ? ഇന്ററാക്ഷൻ ഓവർലാപ്പിംഗ് ഓഫ് ദി കൺസേൺഡ് ആറ്റോമിക് ഓർബിറ്റൽ. ഏതൊക്കെ ആറ്റങ്ങളെ ഓർബിറ്റലാണ് അവ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബോണ്ട്സ് ഫോം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടിനകത്തും അറ്റോമിക് ഓർബിറ്റലിലെ ബോണ്ട് കമ്പൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നതിന് കമ്പയറബിൾ എനർജി ആയിരിക്കണം, സെയിം സിമെട്രി ആയിരിക്കണം അലോങ് ദി മോളിക്കുലർ ആക്സിസ്. എങ്കിൽ മാത്രമേ കോമ്പിനേഷൻ പോസിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞു. ദെൻ രണ്ട് കേസിനകത്തും ബോണ്ടഡ് സ്റ്റേറ്റിനകത്ത് ആറ്റോമിക് ഓർബിറ്റൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ബോണ്ട് ഓർബിറ്റലിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി ഇൻ ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് ന്യൂക്ലിയസിന്റെയും ഇടയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എയും ബിയും ഉണ്ടെങ്കിൽ എയുടെയും ബിയുടെ ഇടയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി രണ്ടും മെത്തേഡുകളും ചില അപ്രോക്സിമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കോമ്പിനേഷൻ നടക്കുന്നത്. അതിലൊരു അപ്രോക്സിമേഷൻ ആണ് ലീനിയർ കോമ്പിനേഷൻ ആറ്റോമിക് ഓർബിറ്റൽസിയോ അപ്രോക്സിമേഷനും, അതേപോലെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഏകദേശം ഒരു കമ്പാരിസൺ. പിന്നെ ഒരു കമ്പാരിസണും കൂടി ഉണ്ട്. The stabilization of the molecular orbitals according to the both theories due to exchange integral. നമ്മൾ കുറെ ഇന്റഗ്രലിനെ കുറിച്ചൊക്കെ പഠിച്ച ഓവർലാപ്പ് ഇന്റഗ്രൽ, എക്സ്ചേഞ്ച് ഇൻറ്റഗ്രൽ എന്നാണ്. ദാറ്റ് ഈസ് ലോവറിംഗ് ഓഫ് ദി എനർജി ബൈ എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു ആറ്റോമിക് ഓർബിറ്റൽ. എനർജി എങ്ങനെ? എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോണിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് എനർജി കുറയണത് എന്നുള്ളത് നമ്മൾ എക്സ്ചേഞ്ച് ഇൻറ്റഗ്രലൊക്കെ ഓൾറെഡി നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അവയുടെ ഡിഫറൻസ് ആണ്. വി ബി തിയറിക്കകത്ത്, വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് നമ്മൾ എന്താ വാലൻസ് ഇലക്ട്രോൺസ് ആണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ബോണ്ട് ഫോർമേഷനകത്തൊക്കെ. അതേസമയം മോളിക്കുലർ ഓർബിറ്റലിനകത്ത് എന്താണ്? മോളിക്യൂളിനെ മൊത്തം, ആ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വിത്ത് മോളിക്യൂൾ ആസ് എ ബോൾ, എല്ലാ ആറ്റങ്ങളും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ എന്നുള്ള കൺസെപ്റ്റ്. സോ ആറ്റോമിക് ഓർബിറ്റൽ ആസ് വെൽ ആസ് ഓൾമോസ്റ്റ്. അപ്പൊ വി ബി തിയറിക്കകത്ത് വാലൻസ് ഇതെടുക്കണ കാരണം അതിന്റെ ബോണ്ട് സ്റ്റേറ്റിനകത്തല്ല അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി ഒന്നും ഡു നോട്ട് ലൂസ് ദിയർ ഐഡന്റിറ്റി. വാലൻസ് ഇലക്ട്രോൺസ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നതാണ്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം ആ ബോൾ മൊത്തത്തിലാണ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആറ്റോമിക് ഓർബിറ്റൽസിന്റെ ഐഡന്റിറ്റി ആൻഡ് ആറ്റോമിക് ഓർബിറ്റൽസ് ആസ് വെൽ ആസ് ആറ്റംസ് ലൂസ് ദിയർ ഐഡന്റിറ്റി ഒക്കെ ലൂസ് ചെയ്യുന്നു. അതൊരു ഡിഫറൻസ്. ദെൻ വി ബി തിയറി പറയുന്നത് ലോക്കലൈസ്ഡ് ബോണ്ടിങ് ആണ്. എന്നിട്ട് വാലൻസ് ഷെല്ലിനകത്തുള്ളതാണ് വി ബി തിയറി പറയുന്നത്. എംഒ തിയറി എന്ന് പറയുന്നത് മൊത്തത്തിലാണ്. അപ്പൊ ഇലക്ട്രോൺസ് മൊത്തം എടുക്കണം. അതുകൊണ്ടാണ് ഡീലോക്കലൈസ്ഡ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ വി ബി കൺസെപ്റ്റിനകത്ത് ലോക്കലൈസ്ഡ് ബോണ്ടിങ്, എംഒ കൺസെപ്റ്റിനകത്ത് ഡീലോക്കലൈസ്ഡ് ബോണ്ടിങ് ആണ്. അപ്പൊ ഇൻ വി ബി അപ്രോച്ച് ഇലക്ട്രോൺസ് ഇൻ ലോക്കലൈസ്ഡ് ബോണ്ട് ഓർബിറ്റൽസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂക്ലിയർ ഓഫ് ദി ആറ്റം ഇൻവോൾവ് ഇൻ ബോണ്ടിങ്. അപ്പൊ വി ബി തിയറി പ്രകാരം ലോക്കലൈസ്ഡ് ആയതുകൊണ്ട് ആ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും? ഇലക്ട്രോൺസ് ഇൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂക്ലിയർ ഓഫ് ദി ആറ്റം ഇൻവോൾവ് ഇൻ ദ ബോണ്ടിങ്. ഏതൊക്കെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് ആണ് ഇൻവോൾവ് ആയതിന്റെ ഇൻഫ്ലുവൻസിനകത്തായിരിക്കും. എംഒ എന്ന് പറയുന്നത് മൊത്തത്തിനകത്തുള്ളതാണ്. സോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ ദി ന്യൂക്ലിയർ ഇൻ ദ മോളിക്യൂൾസ്. എല്ലാ ന്യൂക്ലിയർ, നമ്മൾ ബെൻസീൻ എടുക്കണമെങ്കിൽ ബെൻസീനകത്ത് 6 കാർബൺ ആറ്റം ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. ഈ 6 കാർബണിന്റെ ഹൈഡ്രജൻ ഇലക്ട്രോൺസുകൾ മൊത്തം എടുക്കുന്നത്. അതേസമയം നമ്മൾ വി ബി തിയറി പ്രകാരം ഇപ്പൊ ഹൈഡ്രജൻ മോളിക്കൂളൊക്കെ എടുക്കണമെങ്കിൽ ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ല് മാത്രം 1s മാത്രം എടുക്കുള്ളൂ. അതാണ് ലോക്കലൈസ്ഡ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഇനി വി ബി തിയറിക്കകത്ത് ഓവർലാപ്പ് ചെയ്യുന്നത് എങ്ങനെ? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. പക്ഷെ എംഒയ്ക്കകത്ത് ഹാഫ് ഫിൽഡിന്റെ ആവശ്യമില്ല. ആ ഇലക്ട്രോൺസ് മോളിക്യൂൾസ് മൊത്തത്തിലാണ് എടുക്കുന്നത്. സോ അവിടെ ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഫോംഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വെദർ ദേ ആർ ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. Then VB theory is നമുക്ക് easily visualize the orbital picture of how electron pairs are shared.
പിന്നെ കോവാലൻ ബോണ്ട് VB തിയറി പ്രകാരം എങ്ങനെയാണ് ഇലക്ട്രോൺസിന്റെ വിഷ്വലൈസേഷൻ നമുക്ക് എളുപ്പം ഓർബിറ്റൽ പിക്ചർ വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ MO തിയറി നമുക്ക് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് VB തിയറിനേക്കാളും. കാരണം മൊത്തം ആറ്റംസും ന്യൂക്ലിയർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാണ്. VB തിയറിക്കകത്ത് ഏതാണ് ബാലൻസ് ആകത്തുള്ള ഓർബിറ്റൽസ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ദെൻ VB തിയറി ഡയറക്ഷനലി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. XYZ എന്നുള്ള ഡയറക്ഷനകത്ത് എവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓറിയന്റേഷൻ കുറേ കൂടി VB തിയറി പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ജിയോമെട്രിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് MO തിയറി പ്രകാരം കുറച്ച് ഡിഫിക്കൽട്ടാണ്. MO ഫൈൻസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്പെക്ട് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് ഒരു VB തിയറിയുടെ ഒരു ഡ്രോബാക്കാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓസോൺ, ബെൻസീൻ അങ്ങനെയുള്ള മോളിക്യൂളൊക്കെ എടുക്കുമ്പോഴേക്ക് അവിടെ നമുക്കൊരു സിംഗിൾ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബോണ്ടിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല VB തിയറി പ്രകാരം. അപ്പോൾ അവിടെ നമുക്ക് റെസൊണൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ VB തിയറി പ്രകാരം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. സമയം MO തിയറി പ്രകാരം നമുക്ക് ഈ ഓസോണിൻ്റെയോ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ മോളിക്യൂൾ മൊത്തത്തിലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ കൺസെപ്റ്റാണ്. എല്ലാ ഇലക്ട്രോൺസുകളും ഇൻവോൾവ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് ഓക്സിജൻ മോളിക്യൂൾ നമ്മൾ VB തിയറി പ്രകാരം ഓക്സിജൻ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആണ് VB തിയറി പ്രകാരം. പക്ഷെ ആക്ച്വലി അത് പാരാമാഗ്നറ്റിക് ആണ്. പക്ഷെ MO തിയറി പ്രകാരം നമുക്കത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. MO തിയറി പ്രകാരം നമ്മൾ ഇലക്ട്രോൺസിനെ മോളിക്യൂളർ ഓർബിറ്റിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണിക്കാൻ പറ്റുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് നേച്ചറാണ്. അപ്പോൾ കുറച്ചും കൂടി എല്ലാ കേസിലും ചില കേസിൽ നല്ല ക്ലാരിറ്റി കൊടുക്കാനായിട്ട് MO തിയറിക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ VB തിയറി നമുക്ക് ഗുഡ് ക്വാളിറ്റേറ്റീവ് ഓഫൺ ഈസിലി വിഷ്വലൈസ്ഡ് പിക്ചർ ഓഫ് ദി കെമിക്കൽ ബോണ്ടിങ് ഒക്കെ സാധ്യമാണെങ്കിലും പോളി ആറ്റോമിക് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴേക്കും മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് VB തിയറി സംവാട്ട് കോംപ്ലെക്സ് ആണ്. അതേസമയം MO തിയറിയുടെ കേസ് ആണെങ്കിൽ MO തിയറി ആ ഒരു കേസിനകത്ത് മോർ ക്വാണ്ടിറ്റേറ്റീവ് ദാൻ VB തിയറിയാണ്. എന്ത് കേസ് പോളി ആറ്റോമിക് ആണെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ടിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ദെയർ ഓൺ അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും മറ്റൊന്നിനെ ഓവർകം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് രണ്ടും എന്താ പറയുക സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഒരെണ്ണം സുപ്പീരിയർ ടു അതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് തമ്മിലുള്ള കമ്പാരിസൺ.